Hello everyone, welcome to Kids Area Online. 5ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് ഇംഗ്ലീഷ് എക്സാം ആണ്. എക്സാമിന് ചോദിക്കാവുന്ന മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നൽകുന്നത്. എല്ലാവരും റെഡിയാണോ? യെസ്. കിഡ്സ് ഏരിയ ഓൺലൈൻ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ കേരള സ്റ്റേറ്റ് സിലബസിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ആനുവൽ സ്കോളർ എക്സാം നടത്തുന്നുണ്ട്. ഈ വർഷം നിങ്ങൾ പഠിച്ച പാഠഭാഗങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ആനുവൽ സ്കോളർ എക്സാം നടക്കുന്നത്. കുട്ടികൾക്ക് ഈ അവധിക്കാലത്ത് വീട്ടിലിരുന്ന് ഒഴിവ് സമയം ടെക്സ്റ്റ് ബുക്കിൽ നിന്നും ഉത്തരങ്ങൾ കണ്ടുപിടിച്ചെഴുതുന്ന രീതിയിലാണ് എക്സാം. എല്ലാവരും പങ്കെടുക്കണം. നിങ്ങൾക്ക് ഇവിടെ നിന്നും ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് അയച്ചു തരും. താല്പര്യമുള്ളവർ ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിയാകും. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയയ്ക്കുക. ഇവിടെ നിന്നും ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ഓരോ ക്ലാസ്സിലെയും വിജയികൾക്ക് ക്യാഷ് പ്രൈസ് സമ്മാനമായുണ്ട്. 1ാം സമ്മാനം 2000 രൂപയാണ്. അങ്ങനെ 5ാം സമ്മാനം വരെ ഉണ്ട്. എല്ലാവരും പങ്കെടുക്കുമല്ലോ അല്ലേ? അതുപോലെ കിഡ്സ് ഏരിയ ഓൺലൈൻ വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 6-നാണ്. എല്ലാവരും ഓർമ്മയിൽ വയ്ക്കുക. ഏപ്രിൽ 6-ന് കുട്ടികൾക്കായി വെക്കേഷൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ബേസിക് ക്ലാസ്സുകളെല്ലാം നൽകുന്നുണ്ട്. അതിനായിട്ടും ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യാം. 9746487799. ഓക്കെ, നമുക്ക് 1ാമത്തെ ആക്ടിവിറ്റിയിലൂടെ പോകാവോ? 1ാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് അറിയാവോ? റീഡ് ദ ഫോളോയിങ് പോയം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഇവിടെ ഒരു പോയം നൽകിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് തരും. അതിൽ നിന്നും ഉത്തരം കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിതൊന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ കഴിയുന്നുണ്ടോ എന്നും നോക്കുക. ബിസി യെല്ലോ ബീസ് എന്ന് പറഞ്ഞാൽ എന്താ? തിരക്കുള്ള മഞ്ഞ നിറത്തിലുള്ള തേനീച്ചകൾ. ഫ്ലൈയിങ് ടു ദ ഫ്ലവേഴ്സ് പൂക്കളിലേക്ക് പറക്കുകയാണ്. ബുസിങ് ഇൻ ദ ബ്രീസ് അതെന്ത് ചെയ്യുന്നു? കാറ്റിലിങ്ങനെ മുഴങ്ങുന്നു. വർക്കിംഗ് ഫോർ മെനി അവേഴ്സ് മണിക്കൂറുകളോളം ജോലി ചെയ്യുന്നു. ബ്രിങ്ങിങ് ബാക്ക് ദ നെക്ടർ എന്നിട്ട് അവരുടെ നെക്ടർ അവരുടെ കൂടുണ്ടല്ലോ ആ ഒരു ഇതിലേക്ക് തിരിച്ചു വരുന്നു. ടു ദെയർ ഗോൾഡൻ ഹൈവ് അവർ എന്ത് ചെയ്യുന്നു? മണിക്കൂറുകളോളം ജോലി ചെയ്തിട്ട് അവരുടെ കൂട്ടിലേക്ക് മടങ്ങിയെത്തുന്നു. ദ ബിസിയസ്റ്റ് ഓഫ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും തിരക്കേറിയ തൊഴിലാളികളാണ് അവർ. ഹൗ ദേ ലവ് ടു ത്രൈവ് അവർ എങ്ങനെയാ ഇങ്ങനെ വളരാൻ ഇഷ്ടപ്പെടുന്നത്? മേക്കിംഗ് സ്വീറ്റ് സ്വീറ്റ് ഹണി ഫോർ എവ്രി വൺ ടു ഈറ്റ് അവർ എല്ലാവർക്കും എന്താ കഴിക്കാനായിട്ട്? മധുരമുള്ള തേൻ ഉണ്ടാക്കുന്നു. ഈവൻ വെൻ ഇറ്റ്സ് സണ്ണി ദേ പ്രൊഡ്യൂസ് എ ടേസ്റ്റി ട്രീറ്റ് വെയിലത്ത് കിടക്കുമ്പോൾ പോലും എന്താണ് അവ രുചികരമായ തേൻ ഉണ്ടാക്കുന്നു. ഇതാണ് പോയം. അപ്പോൾ ഈ പോയത്തിൽ നിന്നും കുറച്ച് ചോദ്യങ്ങളുണ്ട്. 1ാമത്തെ ചോദ്യം, വേർ ഡു ദ ബീസ് ഫ്ലൈ ടു? ഈ ബീസ് എങ്ങോട്ടേക്കാ പറന്നു പോകുന്നേ? എങ്ങോട്ടേക്കാണ്? തേനീച്ചകൾ എവിടേക്കാണ് പറക്കുന്നത്? ഫ്ലൈയിങ് ടു ദ ഫ്ലവേഴ്സ്. എങ്ങോട്ടാ പറക്കുന്നേ? ദ ബീസ് ഫ്ലൈ ടു ദ ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സിന്റെ അടുക്കലേക്കാണ് പറക്കുന്നത്. ആൻസർ കണ്ടെത്താൻ കഴിഞ്ഞായിരുന്നോ? ഓക്കെ, നെക്സ്റ്റ് ചോദ്യം ചോദിക്കട്ടെ. അടുത്ത ചോദ്യം ചോദിക്കട്ടെ. ആൻസർ പറയണേ. ടു വാട്ട് പ്ലേസ് ഡു ദ ബീസ് ബ്രിങ് ദ നെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണ്? 2ാമത്തെ ചോദ്യത്തിന്റെ അർത്ഥം എന്താണ്? തേനീച്ചകൾ ഏത് സ്ഥലത്തേക്കാണ് ഈ തേനുണ്ടല്ലോ അത് കൊണ്ടുവരുന്നത്? ഏത് സ്ഥലത്തേക്കാ കൊണ്ടുവരുന്നേ? എവിടേക്കാ? ബ്രിങ്ങിങ് ബാക്ക് ദ നെക്ടർ ടു ദെയർ ഗോൾഡൻ ഹൈവ്. എങ്ങോട്ടാ കൊണ്ടുവരുന്നേ? അവരുടെ സ്വർണ്ണ നിറത്തിലുള്ള കൂട്ടിലേക്കാ. തേനീച്ചയുടെ കൂടിനെ പറയുന്നതാണ് ഹൈവ്. തേനീച്ചയുടെ കൂടിന് പറയുന്ന പേരെന്താ? ഹൈവ്. അപ്പോൾ തേനീച്ചക്കൂടിലെ ആ മഞ്ഞ നിറത്തിലുള്ള തേനീച്ചക്കൂടിലേക്കാണ് ആ നെക്ടർ ആ പൂന്തേൻ കൊണ്ടുവരുന്നത്. പൂന്തേൻ കൊണ്ടുവരുന്നത് എവിടേക്കാണ്? ഗോൾഡൻ ഹൈവിലേക്കാണ് കൊണ്ടുവരുന്നത്. ശരിയാണോ? നിങ്ങൾ കണ്ടെത്തിയ ഉത്തരം ശരിയാണോ? യെസ്, 1 മാർക്ക് കിട്ടിയിട്ടുണ്ടേ. 3ാമത്തെ ചോദ്യമാണേ. വാട്ട് ഡു ദ ബീസ് മേക്ക് ഫോർ എവരി വൺ ടു ഈറ്റ്? അർത്ഥം അറിയായിരിക്കുമല്ലോ. എല്ലാവർക്കും കഴിക്കാൻ തേനീച്ചകൾ എന്താ ഉണ്ടാക്കുന്നേ? യെസ്, എല്ലാവരും കറക്റ്റ് ആൻസർ പറഞ്ഞു. മേക്കിംഗ് സ്വീറ്റ് സ്വീറ്റ് ഹണി ഫോർ എവരി വൺ ടു ഈറ്റ്. ദ ബീസ് മേക്ക് സ്വീറ്റ് ഹണി. സ്വീറ്റ് സ്വീറ്റ് ഹണി.
മധുരമേറിയ തേനാണ് ഈ തേനീച്ചകൾ ഉണ്ടാക്കുന്നത്. വീണ്ടും കിട്ടിയിരിക്കുന്നു 1 പോയിന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഹൗ ലോങ് ഡു ദ ബീസ് വർക്ക്? ഈ തേനീച്ചകൾ എത്ര സമയമാണ് ജോലി എടുക്കുന്നേ? എത്ര സമയമായി തേനീച്ചകൾ ജോലി ചെയ്യുന്നേ? വർക്കിംഗ് ഫോർ മെനി hours. They work for many hours even when it's sunny. അത് എഴുതണമെന്നില്ല, many hours എന്ന് എഴുതിയാൽ മതി. അത് എന്താണ്, വെയിലാണെങ്കിൽ പോലും പണി ചെയ്യുന്നു എന്നാണ്. They work for many hours. ധാരാളം മണിക്കൂർ എന്ത് ചെയ്യുന്നു, ജോലി ചെയ്യുന്നു. ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണേ. Pick out 2 pairs of rhyming words from the poem. ഈ പോയത്തിൽ നിന്ന് റൈമിംഗ് വേർഡ്സ് 2 പെയർ കണ്ടെത്തണം. അതായത് ഒരേ ശബ്ദത്തിൽ അവസാനിക്കുന്നതാണ് റൈമിംഗ് പേഴ്സ്. ഓക്കെ, കണ്ടെത്തിയോ? ബീസ്, ബ്രീസ് ഒരു പേരായി. ഫ്ലവേഴ്സ്, അവേഴ്സ് ഒരുപോലെ അവസാനിക്കണം. ഹൈവ്, ത്രൈവ്. ഹണി, സണ്ണി. ഈറ്റ്, ട്രീറ്റ്. അപ്പോൾ ഒരുപോലെ ശബ്ദത്തിൽ അവസാനിക്കുന്നതാണ് റൈമിംഗ് വേർഡ്സ്. അപ്പോൾ റൈമിംഗ് വേർഡ്സ് എന്ന് എന്താണ് മനസ്സിലായല്ലോ? പേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു പേരാണ് ബീസ്, ബ്രീസ്. അപ്പോൾ ഒരു പേരായി. എത്ര പേർ എഴുതണം? 2 പേഴ്സ് എഴുതണം. ഇവിടെ ടീച്ചർ 5 തന്നിട്ടുണ്ട്, ഏതെങ്കിലും 2 എഴുതിയാൽ മതി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ എങ്ങനെയാണ് വരിക, അങ്ങനെ എഴുതുക. റൈമിംഗ് വേർഡ്സ് എന്താണെന്ന് മനസ്സിലായോ? ഒരേ ശബ്ദത്തിൽ അവസാനിക്കുന്നത്. ബീസ്, ബ്രീസ്. ഫ്ലവേഴ്സ്, അവേഴ്സ്. ഹൈവ്, ത്രൈവ്. നമ്മൾ പറയുമ്പോഴാണ് കേട്ടോ ഒരേ ശബ്ദത്തിൽ അവസാനിക്കേണ്ടത്. ഹണി, സണ്ണി. സ്പെല്ലിംഗ് ഒന്നും തന്നെ ആയിരിക്കണമെന്നില്ല. ഈറ്റ്, ട്രീറ്റ്. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ആക്ടിവിറ്റി മനസ്സിലായോ? ഒരു പോയം നൽകിയിട്ടുണ്ടാവും, അതിൽ നിന്ന് ക്വസ്റ്റ്യൻ ആൻസർ കണ്ടെത്തി എഴുതുക. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങൾ ആൻസർ കണ്ടെത്തി എഴുതുമല്ലോ. യെസ്. അപ്പോൾ രണ്ടാമത്തെ മോഡൽ ക്വസ്റ്റ്യനിലോട്ട് പോവാം. Read the following passage. Edit the underlined words and rewrite the passage. You may use the words given in the brackets. There, it's, his. 3 വാക്കുകൾ നൽകിയിട്ടുണ്ട്. ഇവിടെ ചെറിയൊരു പാസേജ് നൽകിയിട്ടുണ്ട്, ഖണ്ഡിക നൽകിയിട്ടുണ്ട്. അതിൽ 3 വാക്കുകളുടെ അടിയിൽ വരയിട്ടിട്ടുണ്ട്. our, her, my. അതിന് പറ്റിയ വേർഡ്സ് ഇവിടെ നിന്ന് കണ്ടെത്തി എഴുതുക. അവറിന് ഏത് വേർഡ് ഉപയോഗിക്കാം, ഹെറിന് ഏത് വേർഡ് ഇതിൽ നിന്ന് ഉപയോഗിക്കാം, മൈ എന്നതിന് ഏത് വേർഡ് ഉപയോഗിക്കാം എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓക്കെ. ദ ഹണി ബീസ് ആർ വെരി ബിസി ഇൻസെക്ട്സ്. തേനീച്ചകൾ വളരെ തിരക്കുള്ള പ്രാണികളാണ്. They fly from flower to collect nectar for our hive. അവർ എന്ത് ചെയ്യുന്നു? പൂക്കളിൽ നിന്ന് പൂക്കളിലേക്ക് പറന്ന് ഞങ്ങളുടെ കൂട്ടിലേക്ക് തേൻ ശേഖരിക്കുന്നു എന്നാ പറയുന്നേ. ഞങ്ങളുടെ കൂട്ടിലേക്കാണോ? അല്ല, ആരുടെ കൂട്ടിലേക്കാ? They fly from, അവർ പറന്ന് നമ്മുടെ കൂട്ടിലേക്കാണോ ശേഖരിക്കുന്നത്? അവരുടെ കൂട്ടിലേക്ക്. ഓക്കെ, അവരുടെ ഹൈവിലേക്കാണ് തേൻ ശേഖരിക്കുന്നത്. അപ്പൊ അവരുടെ എന്നർത്ഥം വരുന്നത് എന്താണെന്ന് നോക്കി എഴുതുക. ഈച്ച് വർക്കർ ബി പ്ലേസ് എ വിറ്റൽ റോൾ ഇൻ ദ കോളനി. ഇതില് റാണിയുടെ ഓരോ കോളനിയിൽ ഒരു പ്രധാന പങ്ക് തൊഴിലാളി തേനീച്ച എന്ത് ചെയ്യുന്നു? ഓരോ തൊഴിലാളി തേനീച്ചയും അതിലുള്ള ഓരോ തൊഴിലാളികളും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. എ ഡ്രോൺ ബി ഈസ് ഓൾസോ ഇമ്പോർട്ടൻറ്റ് ഈവൻ ദോ ഹെർ മെയിൻ ജോബ് ഈസ് ടു സ്റ്റേ നിയർ ദ ക്വീൻ. നമ്മുടെ ഒരു ക്യൂവിനായിട്ടുള്ള ഒരു തേനീച്ച ഉണ്ടാവും. ആ ക്യൂൻ, റാണി, ആ റാണിയുടെ അടുത്ത് നിൽക്കുക എന്നതാണ് ഡ്രോൺ തേനീച്ചയുടെ പ്രധാന ജോലി. അപ്പോൾ ഡ്രോൺ ബി എന്ന് പറയുന്നത് ക്യൂവിൻ്റെ അടുത്ത് നിൽക്കുന്നത് ആരാണ്? ഒരു ആൺ തേനീച്ചയാണ്. ഡ്രോൺ ബി എന്നൊരു ആൺ തേനീച്ചയാണ്. അങ്ങനെയാണെങ്കിൽ ഹെർ വരുമോ? എന്താണെന്ന് എഴുതുക. ദ കോളനി ഈസ് ഫേമസ് ഫോർ മൈ ഓർഗനൈസ്ഡ് സ്ട്രക്ചർ. ഇത് കോളനി പ്രശസ്തമാണെന്നാണ് പറയുന്നത്. ഇതിന് കോളനി പ്രശസ്തമാണെന്ന്. എവരി ബി വർക്ക്സ് ഹാർഡ് ടു എൻഷുർ ദ സർവൈവൽ ഓഫ് ദ ഗ്രൂപ്പ്. ഓരോ തേനീച്ചയും ആ ഒരു ഗ്രൂപ്പിന്റെ നിലനിൽപ്പ് ഉറപ്പാക്കാൻ വേണ്ടി കഠിനമായി പരിശ്രമിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിൽ our hive ആണോ? നോ. എന്താ ആൻസർ വരിക? their hive. അവരുടെ കൂടിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? അവരുടെ കൂടിലേക്ക് വേണ്ടിയിട്ടാണ് പൂന്തേൻ ശേഖരിക്കുന്നത്. ഇനി ഡ്രോൺ ബി എന്ന് പറയുന്നത് എന്താ? ഹിസ് മെയിൻ ജോബ്, അവന്റെ മെയിൻ ജോബ്. ഹെർ എന്ന് പറഞ്ഞ അവളുടെ മെയിൻ ജോബ് ആണോ? അല്ല, ഹിസ് മെയിൻ ജോബ്,
അവൻ്റെ. ഹെർ എന്ന് പറഞ്ഞാൽ അവളുടെ, ഹിസ് എന്ന് പറഞ്ഞാൽ അവൻ്റെ. ഓക്കെ, ഇനി ദ കോളനി ഈസ് ഫേമസ് ഫോർ, കോളനി ഫേമസ് ആയിരിക്കുന്നത് മൈ ഓർഗനൈസ്ഡ് സ്ട്രക്ചർ ആണോ? ഇല്ല, അതിൻ്റെ അല്ലേ, ഇറ്റ്സ് ഓർഗനൈസ്ഡ് സ്ട്രക്ചർ. അപ്പോഴേ അവൻ്റെ സ്ഥലത്ത് ദേർ വന്നു, ഹെറിൻ്റെ സ്ഥലത്ത് ഹിസ് വന്നു, മൈയുടെ സ്ഥലത്ത് ഇറ്റ്സ് വന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഡിറ്റ് ചെയ്ത് എഴുതാൻ ചോദിച്ചാൽ എഴുതുമല്ലോ, എഴുതും. ചിലപ്പോൾ എഡിറ്റിംഗ് നിങ്ങൾക്ക് വരിക ഒരു സെൻറ്റൻസിൻ്റെ തുടക്കത്തിൽ സ്മോൾ ലെറ്ററിൽ തുടങ്ങിയിരിക്കുവാണെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിൽ എഴുതുക. ഇനി ഒരു പേര് എഴുതുമ്പോൾ പേരിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കും. ഇങ്ങനെയൊക്കെ മാറ്റി ചോദിച്ചാൽ കറക്റ്റായിട്ട് എഴുതുക. ഓക്കെ, എ ആൻ അത് എഴുതാൻ അറിയാവോ? എ ആൻ, എ ഇ ഐ ഒ യു, ഇതിൽ തുടങ്ങുന്ന വാക്കുകൾക്ക് മുൻപ് ആൻ, മറ്റ് ലെറ്ററിൽ തുടങ്ങുന്ന വാക്കുകൾക്ക് മുമ്പ് എ. ഓക്കെ, അതൊക്കെ ഓർമ്മയിൽ വെക്കണം കേട്ടോ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണേ. ഇമേജിൻ യു ഹാവ് ബിക്കം എ സക്സസ്ഫുൾ ഫാർമർ, വാട്ട് വുഡ് യുവർ തോട്ട്സ് ബി? നിങ്ങളൊരു സക്സസ്ഫുൾ ഫാർമറായിട്ട് മാറിയതായിട്ട് ഇങ്ങനെ ചിന്തിക്കുക. അപ്പോൾ നിങ്ങളുടെ ചിന്തയിൽ എന്തൊക്കെയായിരിക്കാം നിങ്ങളുടെ ചിന്തയിൽ വന്നിട്ടുണ്ട്? നിങ്ങൾ സക്സസ്ഫുൾ ഫാർമറാണ്, അപ്പോൾ നിങ്ങളുടെ ചിന്തയിൽ എന്തൊക്കെയായിരിക്കും ഉണ്ടാവുക? എഴുതുക. ഓക്കെ, ഒരു സക്സസ്ഫുൾ ഫാർമറിൻ്റെ ചിന്തകൾ എന്തൊക്കെയായിരിക്കും? സക്സസ്ഫുൾ ഫാർമർ ആകുന്നതായിട്ട് ചിന്തിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ചിന്തകൾ എന്തൊക്കെയായിരിക്കും എന്നെഴുതാനാണ് മൂന്നാമത്തെ ആക്ടിവിറ്റി. ഐ ഹാവ് എ വണ്ടർഫുൾ ഡ്രീം അബൌട്ട് മൈ ഗാർഡൻ. എനിക്കെൻ്റെ കൃഷിയെക്കുറിച്ച് വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ഡ്രീം ഉണ്ടെന്ന് പറയുകയാണ്. I will plant different types of saplings in my garden along with my father and mother. I will plant, ഞാൻ നടും, different types of saplings, ഞാൻ പലതരത്തിലുള്ള ചെടികൾ നടും. എവിടെയാ? In my garden, എൻ്റെ ഗാർഡനിൽ, എൻ്റെ തോട്ടത്തിൽ ഞാൻ പലതരത്തിലുള്ള ചെടികൾ നടും. With my father and mother, ആരോടൊപ്പം? എൻ്റെ അച്ഛനോടും അമ്മയോടൊപ്പം ചേർന്ന് ഞാൻ എൻ്റെ തോട്ടത്തിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സാപ്ലിങ്സ് ചെയ്യും. I will water the plants, ഞാൻ വെള്ളം ഒഴിക്കും. Every day, എല്ലാ ദിവസവും വെള്ളം ഒഴിക്കും. I will water the plants every day without fail, മറന്നു പോകത്തില്ല, എല്ലാ ദിവസവും ഞാൻ വെള്ളം ഒഴിക്കും. And take care of them, എന്നിട്ട് അവയെ ഞാൻ സംരക്ഷിക്കും. Take care of them, ഓരോ ചെടിയും ഞാൻ സംരക്ഷിക്കും. When the plants grow well and give a great harvest, എപ്പോഴാണോ എൻ്റെ ചെടികൾ വളർന്ന് വലുതാവുന്നത്, and give a great harvest, ഞാൻ വലിയൊരു കൊയ്ത്ത് നടത്തും. എന്നാൽ എല്ലാം ഒരുപാട് വിളവ് കിട്ടും. അപ്പോൾ ഞാൻ ആ വിഭവങ്ങളെല്ലാം കൊയ്തെടുക്കും. മൈ പാരൻസ് വിൽ ബി വെരി ഹാപ്പി ആൻഡ് പ്രൗഡ് ഓഫ് മീ, എൻ്റെ പാരൻസ് വളരെ സന്തോഷമാകും, എന്നെക്കുറിച്ച് പ്രൗഡ് ചെയ്യും, അഭിനന്ദനം ഉണ്ടാവും, എന്നാൽ അഭിമാനിക്കും. ഐ ബിലീവ് ഐ വിൽ ഗെറ്റ് അപ്രീസിയേഷൻ ഫ്രം മൈ സ്കൂൾ ആൻഡ് I will be selected as the best little farmer. എൻ്റെ സ്കൂളിൽ എന്നെ അപ്രിഷ്യേറ്റ് ചെയ്യും, എന്നെ ലിറ്റിൽ ഫാർമറായിട്ട്, സ്കൂളിലെ ബെസ്റ്റ് ലിറ്റിൽ ഫാർമറായിട്ട് എന്നെ സെലക്ട് ചെയ്യും. Everyone will come to visit my beautiful garden. എല്ലാവരും എൻ്റെ ബ്യൂട്ടിഫുൾ ഗാർഡൻ കാണാൻ വരും. I will happily explain to them the steps and techniques of farming. ഞാൻ സന്തോഷത്തോടെ അവർക്ക് ഫാമിങ്ങിനെ കുറിച്ചുള്ള സ്റ്റെപ്സും ടെക്നിക്സും എല്ലാം പറഞ്ഞു കൊടുക്കും. I am sure that my hard work will make my dream of becoming a successful farmer come true. ഞാൻ ഉറപ്പായിട്ടും നല്ലൊരു ഫാർമറായിട്ട് മാറുമെന്ന് എൻ്റെ സ്വപ്നം എന്ത് ചെയ്യും? സത്യമാകും എന്നിങ്ങനെ ചിന്തിക്കുകയാണ്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ടാണ് ടീച്ചർ പറഞ്ഞു തന്നിട്ടുള്ളത്. എല്ലാവരും പഠിക്കത്തില്ലേ? ഓർമ്മിച്ച് വയ്ക്കില്ലേ? ഓർമ്മിച്ച് വയ്ക്കും. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. നാലാമത്തെ ചോദ്യം. എ ഫാമർ ഹാസ് റിസീവ്ഡ് ആൻ അവാർഡ് ഫോർ ഹിസ് സക്സസ്ഫുൾ ഫാമിംഗ്. ഒരു ഫാമറിന് സക്സസ്ഫുൾ ആയിട്ടുള്ള ഫാമിങ്ങിന് ഒരു അവാർഡ് കിട്ടി, ബെസ്റ്റ് ഫാമർ അവാർഡ് കിട്ടി. പ്രിപ്പയർ എ ലെറ്റർ ഇൻവൈറ്റിംഗ് ഹിം ടു അക്സെപ്റ്റ് ദ അവാർഡ്. ആ അവാർഡ് അക്സെപ്റ്റ് ചെയ്യാൻ വരാൻ വേണ്ടിയിട്ട്, അവാർഡ് വാങ്ങാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ലെറ്റർ തയ്യാറാക്കുക. അപ്പോൾ ഏത് ലെറ്റർ ആണെങ്കിലും എങ്ങനെ തയ്യാറാക്കാം എന്ന് നമ്മൾ നോക്കുവാണ്. ഓക്കെ, ഇതൊരു ഫാമറിനെ ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു ലെറ്ററാണ്. നിങ്ങൾക്ക് എങ്ങനെയാണോ ചോദിക്കുന്നത് ആ ലെറ്റർ എങ്ങനെയെല്ലാം എഴുതാം എന്ന് ടീച്ചറിനോട് പറയുന്നുണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻവിറ്റേഷൻ ലെറ്റർ ഫോർ അവാർഡ് സെറമണി. എന്തിനാനുള്ള ലെറ്റർ ആണെന്ന് എഴുതുക. ഇൻവിറ്റേഷൻ ലെറ്റർ ഫോർ എന്ന് പറഞ്ഞാൽ എന്ത് ലെറ്റർ ആണ്, അതാണ് ഇവിടെ എഴുതുന്നത്, അവാർഡ് സെറമണി. ഇനി ഫ്രം എന്ന് പറഞ്ഞാൽ ആരാണ് എഴുതുന്നത്, ലെഫ്റ്റ് സൈഡാണ് കേട്ടോ. ഫ്രം, ആരാ ഈ ലെറ്റർ അയക്കുന്നത്? ലെറ്റർ അയക്കുന്നതാണ് ഫ്രം എന്ന് പറഞ്ഞാൽ ലെറ്റർ അയക്കുന്നത്. ഫ്രം എഴുതി
കോമ ഇടുക. എന്നിട്ട് താഴെ എഴുതുക. ആരാണ്? ദ സെക്രട്ടറി അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് കൊല്ലം. കൊല്ലത്തെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിലെ സെക്രട്ടറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേറെ ലെറ്റർ ആണെങ്കിൽ വേറെ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നതെങ്കിൽ അങ്ങനെ ആരാണോ എഴുതുന്നത് അത്. ഫ്രം ദ സെക്രട്ടറി അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ് കൊല്ലം. ഇനി ടു എന്ന് പറഞ്ഞാൽ ആർക്കാണോ എഴുതുന്നത്, ആരാണോ ഈ ലെറ്റർ സ്വീകരിക്കേണ്ടത് അവരുടെ അഡ്രസ്സാണ് ടു. ഇവിടെ ടീച്ചറുടെ പേര് കൊടുത്തിട്ടുണ്ട്. മിസ്റ്റർ രവി, വാനൂർ വില്ലേജ്, കൊല്ലം. മിസ്റ്റർ രവി, വാനൂർ വില്ലേജ്, കൊല്ലം. ഇനി എഴുതാനുള്ള സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻവിറ്റേഷൻ ടു റിസീവ് ദ ബെസ്റ്റ് ഫാമർ അവാർഡ്. എന്തിനുള്ള ഇൻവിറ്റേഷൻ ആണ്, അതാണ് സബ്ജക്റ്റ്. എന്തിനുള്ള ലെറ്റർ ആണ്, അതാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ഇൻവിറ്റേഷൻ ടു റിസീവ്, ഇൻവിറ്റേഷൻ ആണ്. എന്തിനുള്ള ഇൻവിറ്റേഷനാ? ടു റിസീവ്, സ്വീകരിക്കാൻ. ദ ബെസ്റ്റ് ഫാമർ അവാർഡ്, ബെസ്റ്റ് ഫാമർ അവാർഡ് സ്വീകരിക്കാനുള്ള ഇൻവിറ്റേഷൻ ആണ് സബ്ജക്റ്റ്. അപ്പോൾ സബ്ജക്റ്റ് എന്ന് എഴുതുക, എന്തിനുള്ള ഇൻവിറ്റേഷൻ ആണെന്ന് എഴുതുക. അതാണ് നാലാമത് ശ്രദ്ധിക്കാനുള്ളത്. ഫസ്റ്റ് ഹെഡിങ് കൊടുക്കുക, എന്തിനുള്ള ഇൻവിറ്റേഷൻ ആണ്. എന്നിട്ട് ഫ്രം എഴുതുക, ടു എഴുതുക, എന്നിട്ട് സബ്ജക്റ്റ് എഴുതുക. ഓക്കെ, സബ്ജക്റ്റ് എഴുതുക. ഇനി നമുക്ക് എഴുതി തുടങ്ങാം. ഡിയർ സർ, ഇവിടെ ഫാമറിനെ സർ എന്ന് പറയാണ്. ഡിയർ സർ, ആദ്യം അഭിനന്ദനം. ആദ്യം ചെയ്യാനുള്ളത് ബെസ്റ്റ് ഫാമർ അവാർഡ് കിട്ടിയല്ലോ. അപ്പോൾ ആ അവാർഡ് കിട്ടിയതിന് ആദ്യം എന്ത് ചെയ്യണം? അഭിനന്ദനമാണ് കൊടുക്കേണ്ടത്. ഓക്കെ, അഭിനന്ദനമാണ് ആദ്യം തയ്യാറാക്കേണ്ടത്. അപ്പോൾ അഭിനന്ദനം എങ്ങനെ പറയാം? വി ആർ എക്സ്ട്രീംലി ഹാപ്പി ടു ഇൻഫോം യു ദാറ്റ് യു ഹാവ് ബീൻ സെലക്ടഡ് ഫോർ ദ ബെസ്റ്റ് ഫാമർ അവാർഡ് ഫോർ ദിസ് ഇയർ ഫോർ യുവർ ഔട്ട്സ്റ്റാൻഡിംഗ് അച്ചീവ്മെന്റ്സ് ആൻഡ് ഡെഡിക്കേഷൻ ടു ഫാമിംഗ്. താങ്കളുടെ എന്താ ഡെഡിക്കേഷൻ, കൃഷിയിലുള്ള ആ ഒരു ഡെഡിക്കേഷനും ആ ഒരു ഹാർഡ് വർക്കും കാരണം ബെസ്റ്റ് ഫാമർ അവാർഡ് താങ്കൾക്ക് കിട്ടിയിരിക്കുകയാണ് എന്ന് അഭിനന്ദിക്കുകയാണ്. യുവർ ഹാർഡ് വർക്ക് ആൻഡ് ഇന്നോവേറ്റീവ് മെത്തേഡ്സ് ഇൻ അഗ്രികൾച്ചർ ഹാവ് ബീൻ ട്രൂലി ഇൻസ്പിറേഷണൽ ടു എവറി വൺ ഇൻ അവർ കമ്മ്യൂണിറ്റി. നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ള, നമ്മുടെ സമൂഹത്തിലുള്ള എല്ലാവർക്കും ഇതൊരു മോട്ടിവേഷൻ ആണെന്ന് പറയുകയാണ്. അപ്പോൾ ആദ്യം അഭിനന്ദിച്ചു. ഇനി എന്താ ചെയ്യേണ്ടത്? വിവരങ്ങൾ കൊടുക്കുക. എവിടെയാണിത് നടക്കുന്നത് എന്നുള്ള വിവരങ്ങൾ കൊടുക്കുക. ആദ്യം അഭിനന്ദിക്കണം. ആദ്യം എന്താണ് പറയാൻ പോകുന്നതെന്ന് പറയുക. എന്നിട്ട് സ്ഥലവും ബാക്കി കാര്യങ്ങളൊക്കെ പറയാം. We would like to cordially invite you to the award ceremony to receive the honor. We would like to cordially invite you to the award ceremony to receive this honor. ഈ ഒരു അഭിനന്ദനം സ്വീകരിക്കാൻ താങ്കൾ കടന്നു വരണം. The details of the event are given below. ഈ ഒരു ഈവന്റിന്റെ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിരിക്കുകയാണ്. ഡേറ്റ് കൊടുക്കുക, ടൈം കൊടുക്കുക, വെന്യൂ കൊടുക്കുക. ഡേറ്റ്, ടൈം, വെന്യൂ എന്ന് പറഞ്ഞാൽ സ്ഥലം, എവിടെ വെച്ചാണ് നടക്കുന്നതെന്ന് കൊടുക്കുക. അപ്പം ഇത്രയും കാര്യം മനസ്സിലായല്ലോ. ആദ്യം എന്തായിരുന്നു? ഹെഡിങ് കൊടുക്കുക, ഫ്രം കൊടുക്കുക, ടു കൊടുക്കുക, സബ്ജക്റ്റ് കൊടുക്കുക, എന്നിട്ട് കത്തെഴുതുക. ഡിയർ സർ, ആദ്യം അഭിനന്ദനം കൊടുക്കുക, എന്നിട്ട് ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഈവന്റിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. ഓക്കെ, ലാസ്റ്റ് എന്ത് ചെയ്യുക? ലാസ്റ്റ് ബഹുമാനമാണ്. ഒരു കത്തിന് വേണ്ട മര്യാദ കൊടുക്കുക. ഒരു കത്തിന് മര്യാദ കൊടുക്കുന്നതാണ്, ബഹുമാനം കൊടുക്കുന്നതാണ്. ഫോർമൽ ടോണാണ് ഇവിടെ വരുന്നത്. ബഹുമാനം. The Minister of Agriculture will be the chief guest and will present the award. We look forward to your presence at the function. Once again, heartiest congratulations on your well-deserved success. മിനിസ്റ്റർ ആണ്, അഗ്രികൾച്ചർ മിനിസ്റ്റർ ആണ് ചീഫ് ഗസ്റ്റ്. ഈ അവാർഡ് നൽകുന്നത് ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള അഗ്രികൾച്ചർ മിനിസ്റ്റർ ആണ്. അപ്പോൾ ഈ അവാർഡ് വാങ്ങാൻ താങ്കൾ ഉറപ്പായിട്ടും കടന്നു വരണം. ഒരിക്കൽ കൂടി കൺഗ്രാറ്റുലേഷൻസ് പറയുകയാണ്. ലാസ്റ്റ്, യുവേഴ്സ് സിൻസിയർലി, ഒപ്പ്, സിഗ്നേച്ചർ, സെക്രട്ടറി അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ്. നമ്മളുടെ ഫ്രമിലുള്ള ആള് സെക്രട്ടറി അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഒരു ലെറ്റർ എഴുതാനുള്ളത്. അപ്പോൾ ലെറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊന്നും അറിയില്ല എങ്കിൽ ഈ ഫ്രമും ടൂവും സബ്ജക്റ്റും ആ ഹെഡിങ്ങും ലാസ്റ്റുള്ള ഇതും പിന്നെ അതിനകത്തുള്ള കാര്യങ്ങൾ, വെന്യൂ, ഡേറ്റ്, ഇതൊക്കെ എഴുതി വെക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചെങ്കിലും മാർക്ക് കിട്ടും, പകുതി മാർക്കെങ്കിലും കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? അതിനകത്ത് എഴുതി വയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതുക. ഓക്കെ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, റൈറ്റ് എ സ്റ്റോറി ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് പിക്ചേഴ്സ്. ഈ ഒരു പിക്ചർ ഫോളോ ചെയ്തിട്ട് ഒരു സ്റ്റോറി എഴുതുക എന്നാണ് പറയുന്നത്.
സിമ്പിൾ ആയിട്ട് നമുക്ക് നോക്കാം. ഇവിടെ നോക്കിയേ, ഒരു പക്ഷി താഴെ കിടക്കുന്നു, പക്ഷിയെ എടുത്തിട്ട് വീട്ടിലേക്ക് പോകുന്നു, കൂട്ടിലടയ്ക്കുന്നു, ആഹാരം കൊടുക്കുന്നു. ഒരു ദിവസം പുറത്തേക്ക് നോക്കിയപ്പോൾ കുറേ കിളികൾ പറക്കുന്നതായിട്ട് കാണുന്നു. കൂട്ടിലുള്ള തൻ്റെ കിളിയെയും താൻ രക്ഷിച്ച കിളിയെയും തുറന്നു വിടുന്നു. അപ്പോൾ ഇതാണ് ഈ പിക്ചറിൽ കാണുന്നത്. ഇനി നമുക്ക് എങ്ങനെ സ്റ്റോറി എഴുതാം? രണ്ട് കാര്യങ്ങൾ നമുക്ക് ഇന്ന് എഴുതാം കേട്ടോ. സ്റ്റോറിയും എഴുതാം, ഇത് കഴിഞ്ഞിട്ട് ഡയറിയും എഴുതാം. ഓക്കെ, ഈ ഒരു ഇത് വെച്ച് ആ കുട്ടി എഴുതിയ ഡയറി നമുക്ക് എഴുതാം. The kind boy and the little birds. Kind boy and the little birds. ആദ്യം സ്റ്റോറിക്ക് എന്ത് ചെയ്യണം? ഒരു തലക്കെട്ട് കൊടുക്കണം, ഒരു ഹെഡിങ് കൊടുക്കണം. ആദ്യം ചെയ്യാനുള്ളത് സ്റ്റോറിക്കൊരു ഹെഡിങ്, തലക്കെട്ട് കൊടുക്കാം. എഴുതുക. One day a kind-hearted boy named Rahul. ഒരു ദിവസം നല്ല ദയാലുവായ ഒരു കുട്ടി, പേര് രാഹുൽ, was walking through the woods when he found a teeny injured bird lying on the ground. മരങ്ങൾക്കിടയിലൂടെ നടന്നപ്പോൾ അപകടം പറ്റിയിട്ടുള്ള ഒരു ചെറിയൊരു പക്ഷി ഗ്രൗണ്ടിൽ കിടക്കുന്നത് കണ്ടു. He gently picked it up. പതിയെ എടുത്തു. And brought it home to take care of it. അതിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോയി. Brought it home. He put the bird in a cage to keep it safe and gave it food and water every day. അതിനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് അതിനൊരു കൂട്ടിനുള്ളിലാക്കി. എന്നിട്ട് എന്ത് ചെയ്യായിരുന്നു? ഫുഡും വാട്ടറും എവറിഡേ, എല്ലാ ദിവസവും എന്ത് ചെയ്യാൻ? ഗേവ് ഇറ്റ് ഫുഡ് കൊടുക്കും. ഫുഡ് ആൻഡ് വാട്ടർ എവറിഡേ, ഫുഡും വാട്ടറും എല്ലാ ദിവസവും കൊടുക്കും. സൂൺ, ശേഷം the bird became healthy and strong. ആ ബേർഡ് എന്തായിട്ട് മാറി? became healthy, ആരോഗ്യമുള്ളതായിട്ട് മാറി, സ്ട്രോങ് ആയിട്ട് മാറി. Looking out the window, Rahul saw other birds flying freely in the sky and sitting on the trees. രാഹുൽ പുറത്തേക്ക് ജനാല വഴി നോക്കിയപ്പോൾ എന്ത് കണ്ടു? പക്ഷികൾ സ്വതന്ത്രരായി പറക്കുന്നതും കണ്ടു, കുറച്ച് പക്ഷികൾ മരച്ചില്ലകളിൽ ഇരിക്കുന്നതും കണ്ടു. He realized that his little friend also belonged to the open sky and not inside a cage. ഈ ചെറിയ പക്ഷിയും ഈ കൂട്ടിനുള്ളിൽ കിടക്കാനുള്ളതല്ല, അതിങ്ങനെ പറക്കാനുള്ളതാണെന്ന് അവന് മനസ്സിലായി. With a smile, ചിരിയോടുകൂടി he opened the cage and the window, letting the bird fly away to join its friends. എന്നിട്ട് കൂട് തുറന്ന് തൻ്റെ കൂട്ടുകാരോടൊപ്പം ചേരാൻ ആ പക്ഷി എന്ത് ചെയ്തു? തുറന്നു വിട്ടു. Rahul felt very happy watching the bird fly high in the sky. രാഹുലിന് ഭയങ്കര സന്തോഷം തോന്നി. ആ പക്ഷി ഇങ്ങനെ സ്കൈയുടെ മുകളിലൂടെ ഇങ്ങനെ പറക്കുന്നുണ്ട്. അപ്പോൾ സന്തോഷം തോന്നി. Knowing that true love is about setting someone free. അപ്പോൾ അവന് സത്യസന്ധമായ സ്നേഹം എന്താണെന്ന് അറിയാൻ കഴിഞ്ഞു. എന്താ? ഒരാളെ സ്വതന്ത്രനായി വിടുന്നതാണ് സത്യസന്ധമായ സ്നേഹം എന്ന് മനസ്സിലാക്കാനായിട്ട് കഴിഞ്ഞു. ഇതൊരു സ്റ്റോറിയാണ്, ആ പിക്ചർ ബേസ് ചെയ്തിട്ടുള്ള സ്റ്റോറി. ഇനി ആ കുട്ടി, രാഹുൽ എന്ന് പറയുന്ന കുട്ടി, ഒരു ലെറ്റർ എഴുതിയെങ്കിൽ എങ്ങനെയായിരിക്കും എഴുതുക? ലെറ്റർ അല്ല, ഡയറി എഴുതിയെങ്കിൽ എങ്ങനെയായിരിക്കും എഴുതുക? ആദ്യം എന്ത് ചെയ്യണം? മൈ ഡയറി, ഹെഡിങ് നിർബന്ധമല്ല, കൊടുത്താലും കുഴപ്പമില്ല. എന്നാണ് എഴുതിയതെന്ന് എഴുതുക. Monday 24 May 2026 9 PM. ദിവസവും എഴുതുക, അതുപോലെ ഡേറ്റ് എഴുതുക, ടൈം എഴുതുക. ഓക്കെ, എന്നിട്ട് ഡയറി എഴുതുക. ആദ്യം ഇന്നത്തെ ദിവസം എന്താണെന്ന് എഴുതുക. ടുഡേ വാസ് എ വെരി സ്പെഷ്യൽ ഡേ. ആദ്യത്തെ സെൻറ്റൻസ് എന്താ എഴുതാനുള്ളത്? ടുഡേ വാസ് എ വെരി സ്പെഷ്യൽ ഡേ. ഇൻ ദ മോർണിംഗ്, രാവിലെ, ഐ ഫൗണ്ട് എ സ്മോൾ ബേർഡ് വിത്ത് എ ബ്രോക്കൺ വിങ് ഇൻ ദ ഫോറസ്റ്റ്. ഞാൻ കാട്ടിൽ ഒരു പക്ഷി ചിറകൊടിഞ്ഞു കിടക്കുന്നത് കണ്ടു. ഐ ബ്രോട്ട് ഇറ്റ് ഹോം. ഞാൻ അതിനെ വീട്ടിൽ കൊണ്ടുവന്നു. ആൻഡ് ടുക്ക് കെയർ ഓഫ് ഇറ്റ്. ഞാൻ അതിനെ സംരക്ഷിച്ചു. ആഫ്റ്റർ എ ഫ്യൂ ഡേയ്സ്, കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ, ഇറ്റ് ബിക്കം ഹെൽത്തി. അത് എന്താണ്? ആരോഗ്യമുള്ളതായിട്ട് മാറി. ടുഡേ ഐ റിയലൈസ്ഡ് ദാറ്റ് ദ ബേർഡ് വാണ്ടഡ് ടു ഫ്ലൈ ഇൻ ദ ഓപ്പൺ സ്കൈ. ഇന്നെനിക്ക് മനസ്സിലായി അതിന് ഞാൻ എന്ത് ചെയ്യണം? തുറന്നു വിടണമെന്ന് എനിക്ക് ഓപ്പൺ സ്കൈ, ആകാശത്തേക്ക് തുറന്നു വിടണമെന്ന് എനിക്ക് തോന്നി. ലൈക്ക് ഇറ്റ്സ് ഫ്രണ്ട്സ്, അതിൻ്റെ ഫ്രണ്ട്സിനെ പോലെ, ഇങ്ങനെ ഫ്രണ്ട്സ് പറക്കുന്നത് പോലെ ആകാശത്ത് പറക്കാൻ വിടണമെന്ന് തോന്നി. സോ അതുകൊണ്ട് എന്ത് ചെയ്തു? ഐ ഓപ്പൺ ദ കേജ് ആൻഡ് ലെറ്റ് ഇറ്റ് ഫ്ലൈ അവേ. അവിടെ ഞാൻ അതിൻ്റെ കൂട് തുറന്ന് അതിനെ പറക്കാൻ അനുവദിച്ചു. Seeing its happiness made me very happy too. അതിൻ്റെ സന്തോഷം കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി. I learned that freedom is the most beautiful thing in the world. എനിക്കൊരു കാര്യം പഠിക്കാൻ കഴിഞ്ഞു. സ്വാതന്ത്ര്യമാണ് ഈ ലോകത്തെ ഏറ്റവും മോസ്റ്റ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാര്യം എന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഓക്കെ, ആയിട്ട് രാഹുൽ ആരാണ് എഴുതിയത് എഴുതുക. മനസ്സിലായോ? ഡയറി എഴുതാൻ മനസ്സിലായി. ഇന്ന് നടന്ന കാര്യം എന്താണ്? ആ പക്ഷി എങ്ങനെ കിട്ടിയിരുന്നു? ആ പക്ഷി എന്ത് ചെയ്തു? തുറന്നു വിട്ടു.
അതാണ് എഴുതാനുള്ളത്. ഇങ്ങനെയാണ് ഇന്നത്തെ ആ ഒരു സ്പെഷ്യൽ കാര്യം, ഇന്ന് പഠിച്ച കാര്യം അതെല്ലാം കൂടെ ചേർത്തിട്ട് ഡയറി എഴുതുക. അപ്പോൾ ഡയറി എഴുതുന്ന മോഡൽ മനസ്സിലായല്ലോ? മനസ്സിലായില്ലേ? യെസ്. അപ്പോൾ എല്ലാവരും നല്ലതുപോലെ എക്സാം എഴുതുക. ഓക്കെ. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ. താങ്ക് യു.